നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു. ഇനി 5ഉം 6ഉം 7ഉം ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരും. ആ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യക്കാർ മുഴുവൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും എല്ലാവരുടെയും ചിന്ത BJPക്ക് 400 സീറ്റ് എന്നുള്ളതാണല്ലോ. പക്ഷേ എന്നാൽ BJPക്ക് ലഭിക്കാൻ പോകുന്നത് 400 സീറ്റ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. അതെത്രയായിരിക്കും? അതായത് BJPക്ക് ലഭിക്കുക 200-ഓ 220-ഓ സീറ്റുകളായിരിക്കും. ഉത്തരേന്ത്യയിൽ 80-95 സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും. പരകാല പ്രഭാകർ NDAക്ക് 272 സീറ്റുകളിൽ താഴെ മാത്രമേ നേടാനാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പരകാല പ്രഭാകരനെ പോലുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആരാണ് ഈ പരകാല പ്രഭാകർ? BJP മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ലോകചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്നായിരുന്നു പരകാല പ്രഭാകരൻ്റെ മറുപടി പോലും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന പിറ്റേന്ന് ജൂൺ 5-ന് തന്നെ BJP ഇതര സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും പ്രഭാകർ പറയുന്നു. ഉത്തരേന്ത്യയിൽ BJPക്ക് കുറഞ്ഞത് ഏകദേശം 80 മുതൽ 95 സീറ്റുകളെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്നും പ്രഭാകർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്ക്, മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുക തന്നെ ചെയ്യുമെന്നും പ്രഭാകർ പറഞ്ഞു. BJPക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തെയും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിനെയും വരെ പരകാല പ്രഭാകർ വിമർശിക്കുന്നു. ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തന്ത്രങ്ങൾ നിലനിൽക്കില്ല എന്ന് വാദിച്ച് സാമ്പത്തിക ദുരുപയോഗം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, സാമൂഹികമായിട്ടുള്ള ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെ മോദി സർക്കാർ പരാജയപ്പെട്ടതായി താൻ വിശ്വസിക്കുന്നുവെന്നും നിരവധി മേഖലകൾ പ്രഭാകർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കർഷകർ, യുവജനങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി ഭരണകക്ഷിക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചകങ്ങളായി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നതാണ്. BJP ഭിന്നിപ്പിക്കുന്ന വാചോടോപങ്ങളെയും ഭൂരിപക്ഷ നയങ്ങളെയും വളരെയധികം ആശ്രയിക്കുന്നു. അത് ഹ്രസ്വകാല തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം, എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ദോഷകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പ്രഭാകർ പറയുന്നു. BJP ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. ജനാധിപത്യ മര്യാദകളും സ്ഥാപനങ്ങളും തുടർച്ചയായി ഇല്ലാതാക്കുന്നത് BJP സമ്പദ് വ്യവസ്ഥയെ സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ നിശിതമായി വിമർശിക്കുകയാണ് അദ്ദേഹം. സ്വത്വരാഷ്ട്രീയത്തിൽ BJP ഊന്നൽ നൽകുന്നത് സാമ്പത്തിക വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നുവരെ അഭിപ്രായപ്പെടുകയാണ് പരകാല പ്രഭാകർ. BJPയുടെ സ്വപ്നങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒരു നറുക്ക് വീഴാൻ പോകുന്നത് എന്നാണ് പരകാല പ്രഭാകർ പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആരാണ് ഈ പരകാല പ്രഭാകർ? പരകാല പ്രഭാകർ BJPയെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 200-220 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയപ്പെടുമ്പോഴും ഇദ്ദേഹം ഒരു പ്രമുഖനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ്, പങ്കാളിയായിട്ടുള്ള പരകാല പ്രഭാകറാണ് ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ആ പരകാല പ്രഭാകരൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുകയാണ് എങ്കിൽ BJPയുടെ സ്വപ്നങ്ങൾക്ക് അടിവരയിടുകയാണ് ഇതെല്ലാം. നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകരന് തന്നെ BJPയുടെ ഈ സ്ഥിതി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയൊക്കെ നടത്തുന്ന ഈ ആശങ്കകൾക്ക് വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പരകാല പ്രഭാകരൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. അദ്ദേഹം പറയുമ്പോൾ നിർമ്മല സീതാരാമൻ എന്ന് പറയപ്പെടുന്ന BJP നേതാവിനെ നമ്മൾ മറന്നു പോകരുത്. ആ നിർമ്മല സീതാരാമൻ്റെ പങ്കാളിയാണ് ഈ പരകാല പ്രഭാകർ. പരകാല പ്രഭാകർ പലപ്പോഴും ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കാൻ പോകുന്ന 200-220 സീറ്റുകൾ മാത്രമായിരിക്കുമെന്ന് മറ്റൊരു നേതാവും പറഞ്ഞില്ലെങ്കിലും പരകാല പ്രഭാകർ പറയുമ്പോൾ, അത് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ പങ്കാളി പറയുമ്പോൾ അത് ജനശ്രദ്ധ നേടുന്നതാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അത് BJPക്ക് ലഭിക്കുന്ന തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.